മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളും പാൽ സൊസൈറ്റികളും ചേർന്ന് കഴിഞ്ഞ 6 മാസമായി ജില്ലയിൽ വ്യാപകമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കുളമ്പ് രോഗം വ്യാപിക്കുന്ന വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിരുന്നു. ജില്ലയിലെ 72% കാലികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ സാധിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണവും ഇതിനായി ഉറപ്പുവരുത്തി. പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിലൂടെ പാലുൽപാദനം കുറയുമെന്ന കർഷകരുടെ ധാരണയെ ബോധവൽക്കരണത്തിലൂടെ തിരുത്തി. വയനാട് ജില്ലയിൽ കാര്യമായിട്ട് കുളമ്പ് രോഗത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഇനിയും 72% മാത്രമേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു ഏതാണ്ട് 28% കന്നുകാലികൾക്കൂടെ വാക്സിനേഷൻ ചെയ്യാനുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ 1,40,000 ലിറ്റർ പാലായിരുന്നു പ്രതിദിന ഉൽപാദനം. നവംബറിൽ അത് 1,59,000 വർദ്ധിച്ചു. കുളമ്പ് രോഗം വന്ന് ചത്ത 64 പശുക്കൾക്കും കുത്തിവയ്പ് ലഭിച്ചിരുന്നില്ല. ജില്ലയിലെ 88,000 കാലികളിൽ 700 എണ്ണത്തിനാണ് കുളമ്പ് രോഗം ബാധിച്ചിരിക്കുന്നത്. വനാതിർത്തിയോട് ചേർന്ന പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, മാനന്തവാടി ഭാഗങ്ങളിലാണ് കുളമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാട്ടുപന്നികളിൽ നിന്നാണ് ഇവ പശുക്കളിലേക്ക് പടരുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നു. മീഡിയ 1 വയനാട്.